ഉം. നമ്മൾ ഈ ലക്ഷ്യങ്ങൾ നേടാൻ ആദ്യം വേണ്ടത് വലിയൊരു മോട്ടിവേഷൻ ആണെന്നാണല്ലോ വിചാരിക്കുന്നത്. അതായത് മിക്കവരും അങ്ങനെയാണല്ലോ വിശ്വസിക്കുന്നത്. അതെ, എപ്പോഴും അങ്ങനെയാണല്ലോ പറയാറുള്ളത്. പക്ഷേ ആ മോട്ടിവേഷന് വേണ്ടി കാത്തിരിക്കുന്നത് തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ പരാജയത്തിന് കാരണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ശരിക്കും അത് കേൾക്കുമ്പോൾ ആരൊന്ന് അത്ഭുതപ്പെടും. അതെ, ഇന്ന് നമ്മൾ ഈ സ്രോതസ്സിലേക്ക് ഒരു ഡീപ് ഡൈവ് നടത്തുകയാണ്. അതായത് ദ മൈൻഡ് സെറ്റ് ഓഫ് എ ബില്യണയർ എന്നൊരു വീഡിയോയുടെ ട്രാൻസ്ക്രിപ്റ്റാണ് നമ്മൾ പരിശോധിക്കുന്നത്. ഓക്കെ. ഇതിൽ പറയുന്ന ഒരു പ്രധാന കാര്യം ഈ വലിയ വിജയങ്ങൾ നേടുന്നവരെയും പരാജയപ്പെടുന്നവരെയും തമ്മിൽ മാറ്റുന്നത് അവരുടെ ബുദ്ധിശക്തിയോ ഐക്യോ ഒന്നുമല്ല, മറിച്ച് അവരുടെ ചിന്തകളിലെ വലിയ അന്തരമാണെന്നാണ്. അതായത് ഒരു തിങ്കിങ് ഗ്യാപ്പ്. മനസ്സിലാവുന്ന കാര്യം, വിജയകരമായ ആളുകൾ ലോകത്തെ കാണുന്നത് തികച്ചും വ്യത്യസ്തമായൊരു കോണിലൂടെയാണ് എന്നതാണ്. ശരിയാണ്. അതായത് നമ്മുടെ തലച്ചോറെന്ന് പറയുന്നത് യാഥാർത്ഥ്യങ്ങളെ അരിച്ചെടുക്കുന്ന ഒരു ഫിൽട്ടർ പോലെയാണല്ലോ പ്രവർത്തിക്കുന്നത്. അപ്പം നമ്മൾ മികച്ച ചിന്തകൾ കൊടുത്താൽ ശരിയായ ജീവിതത്തിലേക്ക് അത് നമ്മളെ നയിക്കും. ഓ, അപ്പോ വിഡ്ഢിത്തം നിറഞ്ഞ ചിന്തകളാണെങ്കിലോ? വിഡ്ഢിത്തം നിറഞ്ഞ ചിന്തകളാണെങ്കിൽ അങ്ങനത്തെ തെറ്റായ ജീവിതത്തിലേക്കും എത്തുമെന്ന് ഈ പഠനം വ്യക്തമാക്കുന്നുണ്ട്. നിങ്ങൾക്കൊരു സംതൃപ്തമായ ജീവിതം വേണമെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് മനസ്സിനെ ശരിയായ രീതിയിൽ പൂരിപ്പിക്കുക എന്നതാണ്. ഈ തിങ്കിങ് ഗ്യാപ്പ് ഇല്ലാതാക്കുക എന്നതാണ് ശരിക്കും ആദ്യത്തെ സ്റ്റെപ്പ്. ഓക്കെ, അപ്പോൾ ഈ ചിന്തകളെ ശരിയായ ദിശയിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ ഏത് സമയത്താണ് ജീവിക്കുന്നത് എന്ന് തിരിച്ചറിയണമെന്ന് ഇതിൽ പറയുന്നുണ്ട്. അതായത് നമ്മൾ മനുഷ്യരുടെ ഒരു പൊതുവായ സ്വഭാവം നോക്കിയാൽ നാളെ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെ നമ്മൾ ഭയങ്കരമായി ഓവർ എസ്റ്റിമേറ്റ് ചെയ്യുമോ? തീർച്ചയായും. നമ്മളെപ്പോഴും നാളെക്കുറിച്ച് വലിയ പ്രതീക്ഷകളിലാണല്ലോ. എന്നിട്ട് ഇന്നലെ ചെയ്ത കാര്യങ്ങളെ നമ്മൾ ഭയങ്കരമായി പെരുപ്പിച്ചു കാണിക്കുകയും ചെയ്യും. പക്ഷേ ഇന്ന് അല്ലെങ്കിൽ ഈ നിമിഷം നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നതിന് നമ്മൾ തീരെ വില വെക്കില്ല. അതായത് അതിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യും. അതെ, എക്സാക്ട്ലി. ഈ സ്രോതസ്സിൽ പറയുന്ന ഒരു ഉദാഹരണം വളരെ കൗതുകകരമാണ് കേട്ടോ. നമ്മൾ ദൂരെയുള്ള കാര്യങ്ങൾ കാണാൻ ഒരു ടെലസ്കോപ്പ് ഉപയോഗിക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ കൺമുന്നിലുള്ള നിമിഷങ്ങളെ നമ്മൾ പൂർണ്ണമായി നഷ്ടപ്പെടുത്തുന്നു എന്നാണ്. ആ ടെലിസ്കോപ്പിന്റെ കാര്യം വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. കാരണം നമ്മൾ ഈ ദൂരെയുള്ള കാര്യങ്ങൾ മാത്രം നോക്കി നടക്കുമ്പോൾ തൊട്ടു മുന്നിലുള്ള കല്ലിൽ തട്ടി വീഴാനുള്ള സാധ്യത വളരെ കൂടുതലാണല്ലോ. അതെ അതെ, കറക്റ്റ്. ഇതിനൊരു മനഃശാസ്ത്രപരമായ കാരണം കൂടിയുണ്ട്. അതായത് നാളെ എന്നത് നമ്മുടെ തലച്ചോറിനെ സംബന്ധിച്ച് യാതൊരു റിസ്ക്കുമില്ലാത്തൊരു സങ്കല്പമാണ്. നാളെ ഞാൻ വലിയൊരു കാര്യം ചെയ്യും എന്ന് ചിന്തിക്കാൻ നമുക്ക് ഊർജ്ജമൊന്നും ചെലവാക്കേണ്ടതില്ല. വെറുതെ ചിന്തിച്ചാൽ മതിയല്ലോ. അതെ, വെറുതെ ചിന്തിക്കാം. പക്ഷേ ഇന്ന് ഈ നിമിഷത്തിലൊരു കാര്യം ചെയ്യണം എന്ന് വരുമ്പോൾ അവിടെ നമ്മൾ ഊർജ്ജം ചെലവാക്കണം. അവിടെ ഒരു ഫ്രിക്ഷൻ അല്ലെങ്കിൽ ഒരു ഘർഷണം ഉണ്ടാകുന്നുണ്ട്. ഓ, മനസ്സിലായി. അതുകൊണ്ടാണ് ഈ പഠനത്തിൽ എടുത്തു പറയുന്നത് ലോകത്തിലെ ഏറ്റവും മികച്ച നേതാക്കൾ എപ്പോഴും ഇപ്പോൾ അല്ലെങ്കിൽ പ്രസന്റ് മൊമെന്റിൽ ജീവിക്കുന്നവരാണെന്ന്. അവർക്കറിയാം ഈ നിമിഷം മാത്രമാണ് കയ്യിലുള്ളതെന്ന്. ഇന്നത്തെ ദിവസമാണ് നാളെയുടെ വിജയത്തെ ഒരുക്കുന്നത്. പക്ഷേ ഇവിടെ എനിക്കൊരു ചെറിയ സംശയമുണ്ട്. പറയൂ. നമ്മൾ ഇന്നത്തെ ദിവസത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം, ഇപ്പോൾ തന്നെ പ്രവർത്തിക്കണം എന്നൊക്കെ തീരുമാനിച്ചാലും പലപ്പോഴും ഒരു കാര്യം ചെയ്യാൻ നമ്മൾ മടിക്കുന്നത് എന്തുകൊണ്ടാണ്? അതായത് എനിക്കിപ്പോൾ വേണ്ടത്ര ഒരു മോട്ടിവേഷൻ ഇല്ല എന്നാണല്ലോ നമ്മൾ പലപ്പോഴും പറയാറുള്ളത്. അവിടെയാണ് നമ്മൾ ശരിക്കും ഞെട്ടാൻ പോകുന്നത്. ഈ മോട്ടിവേഷൻ എന്ന് പറയുന്നത് ഒരു പ്രവർത്തനത്തിന് കാരണമാകുന്ന ഒന്നല്ല. അല്ലേ? അല്ല, മറിച്ച് പ്രവർത്തനങ്ങളുടെ ഫലമായി ഉണ്ടാകുന്ന ഒന്നാണ് എന്നതാണ് ഇതിലെ ഏറ്റവും വലിയ കണ്ടെത്തൽ. അതായത് മോട്ടിവേഷൻ എന്നത് ഒരു ബൈ പ്രോഡക്റ്റ് ഓഫ് ആക്ഷൻ ആണ്. വാവ്, അതായത് പ്രവൃത്തിയുടെ ഫലമായിട്ടാണ് മോട്ടിവേഷൻ വരുന്നത്. അതെ, നമ്മുടെ തലച്ചോറിലെ ഡോപ്പമിൻ ആണ് നമുക്ക് ഈ മോട്ടിവേഷൻ തരുന്നത് എന്ന് നിങ്ങൾക്കറിയാമല്ലോ. നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ തലച്ചോറി ഡോപ്പമിൻ ഉൽപ്പാദിപ്പിക്കില്ല. പകരം നമ്മൾ ബുദ്ധിമുട്ടുള്ളൊരു കാര്യം ചെയ്തു തുടങ്ങുമ്പോൾ, ആ ആദ്യത്തെ ചുവടുവെപ്പ് വെക്കുമ്പോൾ തലച്ചോറത് തിരിച്ചറിയുകയും ഒരു റിവാർഡ് എന്ന നിലയിൽ ഈ ഡോപ്പമിൻ പുറത്തുവിടുകയും ചെയ്യുന്നു. ആ ഡോപ്പമിനാണ് പിന്നെയും മുന്നോട്ട് പോകാനുള്ള മോട്ടിവേഷൻ തരുന്നത്. ഇത് കേൾക്കുമ്പോൾ എനിക്ക് ശരിക്കും തോന്നുന്നത് ഈ തീ കത്തുന്നതിന് മുൻപ് ചൂട് കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്നത് പോലെയാണ് നമ്മൾ മോട്ടിവേഷന് വേണ്ടി കാത്തിരിക്കുന്നത് എന്നാണ്. നമ്മൾ ആദ്യം കുറച്ച് ബുദ്ധിമുട്ടി തീ കത്തിക്കണം, അതായത് പ്രവർത്തിച്ചു തുടങ്ങണം, അല്ലേ? കറക്റ്റ്. നമ്മൾ ആദ്യം പണി തുടങ്ങണം. ജസ്റ്റ് ഡു ഇറ്റ് എന്ന് പറയുന്നത് വെറുമൊരു വാക്കല്ല, അതൊരു ന്യൂറോളജിക്കൽ ഹാക്ക് കൂടിയാണ്. അതെ, ആ ആദ്യത്തെ മടിയെ മറികടക്കുക എന്നതാണ് പ്രധാനം. തീർച്ചയായും.
ഇതിലെ കൗതുകകരമായ കാര്യം എന്താണെന്നാൽ നമ്മളൊരു കാര്യം ചെയ്തു തുടങ്ങുമ്പോൾ ആ പ്രവൃത്തി തന്നെ നമുക്കൊരു നല്ല തോന്നലുണ്ടാക്കും. അത് വീണ്ടും ചെയ്യാനുള്ള മോട്ടിവേഷൻ അവിടെ നിന്ന് താനേ വന്നോളും. വെറുതെ കാത്തിരുന്നിട്ട് കാര്യമില്ല. ഓക്കെ, അപ്പോ നമ്മൾ പ്രവർത്തിച്ചു തുടങ്ങി എന്ന് വെക്കുക. ആദ്യത്തെ മോട്ടിവേഷനും കിട്ടി. പക്ഷേ അവിടെയും ചില പ്രശ്നങ്ങളുണ്ട്. നമ്മൾ ലക്ഷ്യങ്ങൾ എഴുതി വെക്കാൻ വളരെ എളുപ്പമാണ്. പക്ഷേ അതിനായി അധ്വാനിക്കാൻ നമ്മൾ എന്തിനാണ് ഇത്രയധികം മടിക്കുന്നത് എന്നീ പഠനം ചോദിക്കുന്നുണ്ട്. അതെ, അറിവും പ്രവൃത്തിയും തമ്മിലുള്ള അകലമാണ് ലോകത്തിലെ ഏറ്റവും വലിയ വിടവ് എന്ന് സ്രോതസ്സിൽ പറയുന്നുണ്ടല്ലോ. ഉണ്ട്. അതായത് ലക്ഷ്യങ്ങൾ നിർണയിക്കുന്നത് ഒരു പെൻസിൽ കൊണ്ട് ചെയ്യാം. എന്നാൽ ലക്ഷ്യങ്ങൾ നേടിയെടുക്കേണ്ടത് നമ്മുടെ കാലുകൾ കൊണ്ടാണ് എന്ന് അതിൽ പറയുന്നുണ്ട്. ഇത് വളരെ പവർഫുള്ളായൊരു സ്റ്റേറ്റ്മെന്റ് അല്ലേ? വളരെ പവർഫുള്ളാണ്. കാരണം വെറുതെ ശ്രമിച്ചാലോ ചിന്തിച്ചാലോ മാത്രമൊന്നും നമ്മളിലേക്ക് എത്തില്ല. പ്രവൃത്തി തുടങ്ങിക്കഴിഞ്ഞാൽ മാത്രം പോരാ, അത് നിലനിർത്താനുള്ള ഒരു കമ്മിറ്റ്മെന്റ് അവിടെ ആവശ്യമാണ്. അതായത് വലിയൊരു പ്രതിബദ്ധത വേണം. അതെ, പ്രതിബദ്ധതയുടെ അപ്പുറത്തുള്ള ഫലം എന്താണെന്ന് അറിയണമെങ്കിൽ നമ്മളതിൽ ഉറച്ചു നിൽക്കണം. പ്രവർത്തിക്കാൻ തയ്യാറാകുമ്പോൾ മാത്രമേ കാര്യങ്ങൾ ശരിയായി നമ്മളിലൂടെ ഒഴുകാൻ തുടങ്ങുകയുള്ളൂ. പക്ഷേ എല്ലാ ദിവസവും ഇങ്ങനെ കഠിനമായി പ്രയത്നിക്കുക എന്ന് പറയുന്നത് മനുഷ്യരെ സംബന്ധിച്ച് അത്ര എളുപ്പമുള്ള കാര്യമല്ലല്ലോ. അവിടെയല്ലേ നമ്മൾ ഈ പ്രവൃത്തികളെ ശീലങ്ങളാക്കി മാറ്റേണ്ടതിന്റെ ആവശ്യം വരുന്നത്? കൃത്യമായി പറഞ്ഞു. അവിടെയാണ് ഹാബിറ്റ്സ് അല്ലെങ്കിൽ ശീലങ്ങളുടെ പങ്ക് വരുന്നത്. നമ്മൾ എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് ഇന്നിപ്പോൾ എന്ത് ചെയ്യണമെന്ന് ചിന്തിച്ച് തീരുമാനമെടുക്കുന്നത് തലച്ചോറിന് വലിയൊരു ഭാരമാണ്. ഒരു കോഗ്നിറ്റീവ് ലോഡാണത്, അല്ലേ? അതെ. അതുകൊണ്ട് നമ്മൾ ഈ പ്രവൃത്തികളെ ശീലങ്ങളാക്കി മാറ്റണം. ഈ പഠനം പറയുന്നത് ഒരു കാര്യം ശീലമാകാൻ 30 ദിവസം എടുക്കുമെന്നാണ്. ഈ ആദ്യത്തെ 30 ദിവസം നമ്മൾ കുറച്ച് കഷ്ടപ്പെടണം. 30 ദിവസം. അതെ. അത് കഴിഞ്ഞ് നല്ല ശീലങ്ങൾ വളർത്തിയെടുത്താൽ പിന്നെ ഏതാണ് ഏറ്റവും മികച്ച വഴിയെന്ന് നമ്മൾ ചിന്തിച്ചു ബുദ്ധിമുട്ടേണ്ടതില്ല. അത് സ്വയമേവ സംഭവിക്കും. ഒരു ഓട്ടോമാറ്റിക് പ്രോസസ്സ് പോലെ. അതായത് ഒരു നല്ല ശീലം സ്വന്തമാക്കുന്നതുവരെ നമ്മൾ അത് നിരന്തരം പരിശീലിക്കണം. അത് സ്വന്തമായി കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ അറിയാതെ തന്നെ ശരിയായ കാര്യങ്ങൾ ദിവസവും ചെയ്തുകൊള്ളും. ഈ വിമാനം ഓട്ടോ പൈലറ്റിലിടുന്നതുപോലെ. എക്സാക്ട്ലി. ആ വിമാനത്തിന്റെ ടേക്ക് ഓഫ് സമയത്ത് മാത്രമാണ് പൈലറ്റിന് ഏറ്റവും കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടി വരുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ വിമാനം തനിയെ പൊക്കോളും. ഈ ശീലങ്ങൾ കാലക്രമേണ നിങ്ങൾ ആരാണോ അതായി മാറുന്നു എന്നതാണിതിൽ ഏറ്റവും വലിയ സത്യം. വളരെ ശരിയാണ്. അങ്ങനെ ശീലങ്ങൾ രൂപപ്പെടുത്തി നമ്മൾ മുന്നോട്ടു പോയാലും വിജയത്തിലേക്കുള്ള യാത്രയിൽ ഈ കുറുക്കുവഴികളില്ല എന്ന യാഥാർത്ഥ്യത്തിലേക്ക് ഈ ചർച്ച നമ്മളെ എത്തിക്കുന്നുണ്ട്. അതെ, വിജയത്തിന് കുറുക്കുവഴികളില്ല. മൂല്യമുള്ളതെല്ലാം കഠിനാധ്വാനത്തിലൂടെ അല്ലെങ്കിൽ ഒരു അപ്ഹിൽ യാത്രയിലൂടെ മാത്രമാണ് ലഭിക്കുന്നത് എന്ന് സ്രോതസ്സിൽ പറയുന്നു. ആകസ്മികമായ വിജയങ്ങൾ എന്നൊന്നുമില്ല എന്ന് അവർ തറപ്പിച്ചു പറയുന്നുണ്ട്. തീർച്ചയായും ആക്സിഡന്റലായിട്ട് മികച്ചതൊന്നും സംഭവിക്കില്ല. പർവ്വതത്തിന്റെ മുകളിലെത്തിയ ഒരാളോട് എങ്ങനെ അവിടെ എത്തിയെന്ന് ചോദിച്ചാൽ അവർക്ക് ആശയക്കുഴപ്പമുണ്ടാകില്ല. കാരണം അവർ നടന്നാണ് അവിടെ എത്തിയത്. അവിടെ എലിവേറ്ററുകളോ എസ്കലേറ്ററുകളോ ഇല്ല എന്ന ഭാഗം എനിക്ക് ഭയങ്കരമായി ഇഷ്ടപ്പെട്ടു. അതൊരു വലിയ സത്യമാണ്. അവിടെ എലിവേറ്ററുകൾ ഇല്ലാത്തത് തന്നെയാണ് അതിന്റെ സൗന്ദര്യം. കാരണം ആ മുകളിലേക്കുള്ള കയറ്റത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളാണ് നമ്മളെ ശരിക്കും കരുത്തരാക്കുന്നത്. ആളുകൾ വലിയ കാര്യങ്ങൾ കേട്ട് പ്രചോദിതരാകാൻ ആഗ്രഹിക്കുന്നുണ്ട്, എന്നാൽ അതിനായുള്ള കഠിനാധ്വാനം ചെയ്യാൻ മടിക്കുകയാണ്. അപ്പോൾ ഇതിന്റെ എല്ലാം അർത്ഥം കഠിനാധ്വാനം ചെയ്യാതെ മികച്ച കാര്യങ്ങൾ നേടാമെന്ന് കരുതുന്നത് വെറും മണ്ടത്തരമാണെന്നല്ലേ? വിയർപ്പും പ്രചോദനവും ഒരുമിച്ച് ചേരേണ്ടതുണ്ട്. അതെ, പർവ്വതം കയറാൻ തുടങ്ങുക എന്നത് മാത്രമാണ് അതിന്റെ മുകളിലെത്താനുള്ള ഒരേ ഒരു വഴി. ആദ്യം പണി തുടങ്ങുക, പിന്നീട് നിങ്ങൾ അത്ഭുതപ്പെടുന്നിതം പ്രചോദനം നിങ്ങളെ തേടിയെത്തും. ശരിയാണ്. ചിന്തിക്കേണ്ട കാര്യങ്ങളാണിതെല്ലാം. നമ്മുടെ ഈ ഡീപ്പ് ഡൈവ് അവസാനിക്കുമ്പോൾ നമ്മൾ ഇന്ന് സംസാരിച്ച കാര്യങ്ങൾ ഒന്ന് ചുരുക്കി പറയാം. തീർച്ചയായും. ചിന്തകളിലെ മാറ്റം അഥവാ തിങ്കിങ് ഗ്യാപ്പ് കുറയ്ക്കുകയെന്നതാണ് ആദ്യത്തെ കാര്യം. പിന്നെ നാളെയെക്കുറിച്ചുള്ള മിഥ്യാധാരണകളെക്കാൾ ഇന്നലെ അല്ലെങ്കിൽ ഈ നിമിഷത്തിലെ പ്രവൃത്തികളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അതെ, ഇപ്പോൾ ജീവിക്കുക. പിന്നെ മോട്ടിവേഷൻ വരുന്നതുവരെ കാത്തിരിക്കാതെ പ്രവർത്തിച്ചു തുടങ്ങുക. ലക്ഷ്യങ്ങൾ വെറുതെ പെൻസിൽ കൊണ്ട് എഴുതി വെക്കാതെ അത് നേടിയെടുക്കാനുള്ള കമ്മിറ്റ്മെന്റ് ഉണ്ടാക്കുക. നല്ല കാര്യങ്ങളെ 30 ദിവസം കൊണ്ട് ശീലങ്ങളാക്കി മാറ്റി ജീവിതം ഓട്ടോ പൈലറ്റിലാക്കുക.
പിന്നെ എല്ലാത്തിനുമുപരി വിജയമെന്ന പർവ്വതത്തിനു മുകളിലേക്ക് എലിവേറ്ററുകളില്ല എന്ന സത്യം മനസ്സിലാക്കുക. വളരെ കൃത്യമായ ഒരു സമ്മറിയാണ് കേട്ടോ അത്. എന്നത് ഒരു പ്രവൃത്തിയുടെ ഫലമാണെന്നും ലക്ഷ്യം എന്നത് വെറും പെൻസിൽ കൊണ്ടുള്ള എഴുത്താണെന്നും നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ആ ആദ്യത്തെ പ്രചോദനത്തിന്റെ തീപ്പൊരി ഉണ്ടാകാൻ വേണ്ടി ഈ നിമിഷം ഇപ്പോൾ തന്നെ നിങ്ങൾ ചെയ്യാൻ പോകുന്ന ആ ചെറിയ ആദ്യത്തെ ഫിസിക്കൽ മൂവ്മെന്റ് അല്ലെങ്കിൽ പ്രവൃത്തി എന്തായിരിക്കും? അതെ, ആ ചെറിയ ആദ്യത്തെ പ്രവൃത്തിയാണ് ഏറ്റവും പ്രധാനം. അതിപ്പോൾ തന്നെ ആരംഭിക്കുക.